ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാണ്. എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഇപ്പം നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നിക്കാഹ് ഉറപ്പിച്ച ഒരു പെൺകുട്ടി അന്യമതസ്ഥൻ്റെ കൂടെ, അതായത് ഹിന്ദുമത വിശ്വാസിയായ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നതാണ് ഈ ഒരു തമ്പനയിലും ഇന്നത്തെ ഒരു വീഡിയോ. അതായത് നിങ്ങൾ ഒന്നാമത് ഞാൻ പറയട്ടെ, മാതാപിതാക്കളെ കരയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിവാഹവും സക്സസ് ആയിട്ടില്ല. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇന്ന് ഒന്നാമത് ഒരു മുസ്ലിമായൊരു കുട്ടി, ആ കുട്ടിക്ക് ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഒരു റമദാൻ മാസം വന്നിരിക്കുകയാണ്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം അവരുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ഈ പെൺകുട്ടിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം അവരുടെ ഉപ്പയും ഉമ്മയും കൊടുത്തിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ ഭാര്യയുടെ ഡ്രൈവറിൻ്റെ മകൻ്റെ കൂടെയാണ് ഈ കുട്ടി പോയിരിക്കുന്നത്. അപ്പം അവൻ്റെ അച്ഛൻ വരാത്ത സമയത്തൊക്കെ പിന്നെ ഇവനാണ് ഡ്രൈവറായിട്ട് വരിക. ഈ സ്നേഹത്തിനൊന്നും ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷേ രണ്ട് വിഭാഗക്കാരെയും തമ്മിലടുപ്പിച്ചുകൊണ്ടുള്ളൊരു വിവാഹം വേണോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കാരണം ഞാനും രണ്ട് മക്കളെ വളർത്തുന്നുണ്ട്. അവരേത് വഴിക്ക് എങ്ങനെ പോകുന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും സന്തോഷം തല്ലിക്കെടുത്താതിരിക്കുക. അവർ ഇത്ര വർഷം നമ്മളെ നോക്കി വളർത്തിയത്, നമ്മളുടെ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും നമ്മുടെ കല്യാണം നല്ല അടിപൊളിയായി നടത്തണമോ, അങ്ങനെ അടിപൊളി ആയില്ലെങ്കിലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു നല്ലൊരു വിവാഹം ചെയ്തു കൊടുക്കണം, അങ്ങനെയൊക്കെയാണ് അവരുടെ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വന്ന് നാളെ നിങ്ങളും അച്ഛനും അമ്മയും ആകും. അത് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ പൊയ്ക്കോ, നിങ്ങൾ എന്ത് വേണമെങ്കിലും. കാരണം ഒരുപാട് ആളുകൾ, ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പോയിട്ട് ഒന്നാമത് സ്നേഹിച്ച് ജീവിക്കുന്ന ആളുകളിൽ ഒരു കയ്യിൽ എണ്ണാവുന്നവർ മാത്രമേ സക്സസ് ആയിട്ട് ജീവിച്ചിട്ടുള്ളൂ. അല്ലാത്തവരൊക്കെ ഒരേറി വന്ന് 1 വർഷം 1.5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും പിന്നെ പരിഭവങ്ങളും പരാതികളും. സ്നേഹിക്കുമ്പോൾ കണ്ടില്ലല്ലോ ഈ ഒരു ഇത്, നീ എന്താ ജോലിക്ക് പോകാത്ത, നീ എന്താ അങ്ങനെ ചെയ്യാത്ത, നീ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനെയൊരു ആളുകളെ കണ്ട് മറ്റുള്ളവർ അതിനെ ഒരു എന്താ പറയുക, അതിനെ അംഗീകരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ അനുകരിച്ചു കൊണ്ടോ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പിന്നെ എത്ര തന്നെയായാലും ഉപ്പയും ഉമ്മയായാലും അച്ഛനമ്മയായാലും എത്ര തന്നെയായാലും അവർ പറയും, എത്ര തന്നെ എൻ്റെ മക്കളല്ലേ, അല്ലെങ്കിൽ അയൽവാസികൾ പറയും, എത്ര തന്നെയായാലും നിങ്ങളുടെ മക്കളല്ലേ, പിന്നെ ക്ഷമിച്ച് കളയും, നിങ്ങളിങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ പിന്നീട് ചിലപ്പോൾ ഒരു പക്ഷേ ഒരുമിച്ചേക്കാം. പക്ഷെ അവരുടെ മനസ്സിലൊരു തീ ആളിക്കത്തിച്ചിട്ട് നിങ്ങളിങ്ങനെ പോകുമ്പോൾ അവർക്ക് എത്ര വിഷമമുണ്ടാവും. ഒരു കല്യാണത്തിനെ സ്വപ്നം കണ്ട് നടക്കുന്നുണ്ടാവും ആ ഒരു നിക്കാഹ് കഴിഞ്ഞ വീട്ടിൽ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് കല്യാണം കഴിഞ്ഞ് ചെക്കൻ 2ാം ഘട്ടമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൻ്റെ വാസ്തവം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ആ കണ്ടതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പ്രതികരിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് 2ാം ഘട്ടമായാലും 3ാം ഘട്ടമായാലും ഒന്നുമില്ലെങ്കിൽ നിൻ്റെ ആസ്തിയോ നിൻ്റെ വരുമാനമോ അല്ലെങ്കിൽ നീ കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ട് അവൻ കല്യാണം കഴിച്ചു. അവനും അതേപോലെ എനിക്ക് അവൻ കുഴപ്പമില്ല, നല്ലതാണ്, എന്നെ നന്നായി നോക്കുന്നു പറഞ്ഞിട്ട് നീയും അവൻ്റെ കൂടെ പോകും. എന്നിട്ട് അവസാന ഘട്ടത്തിൽ പറയും അയ്യോ ഇത് വേണ്ടായിരുന്നു എന്ന്. എന്തായാലും ഓന്തോടിയാൽ ഏതുവരെ ഓടും എന്നൊക്കെ പണ്ടുള്ള പുരാണങ്ങളിലുള്ള ആൾക്കാർ, പുരാണങ്ങളല്ല പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടോ, ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ ഓന്തോടിയ ഏതുവരെ പോകുമെന്ന് പറയും. അതുപോലെ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നും പറയും. പക്ഷേ നോക്കുക, ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ എത്രത്തോളം നമ്മൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കാര്യമില്ല. അവരുടേതായ ഇഷ്ടപ്രകാരം അവർ പോകും. അച്ഛനമ്മയ്ക്ക് വേദനിക്കോ ഇല്ലയോ അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് അവരുടെ കാര്യം മാത്രം. എന്തായാലും എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് അവസാനം വരും ആരുടെ അടുത്തേക്ക്? നമ്മുടെ മാതാപിതാക്കളുടെ കാൽച്ചോട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.